ഏവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ്, ഈ വരാൻ പോകുന്ന മത്സര പരീക്ഷകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണമെങ്കിൽ ഇന്ന് ഈ ഒരു സെഷൻ മുഴുവനും കേൾക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ടും 2024 ജനുവരി കറണ്ട് അഫയേഴ്സ് മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതുമായ സമഗ്രമായ PDF നോട്ട് എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിലും ആപ്പിനുള്ളിലും നൽകിയിരിക്കാം. അപ്പോൾ ടെലിഗ്രാമിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC EMFAVOUR എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. 1 ലക്ഷത്തിലധികം പേർ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ടും സമഗ്രമായ പൂർണ്ണമായ ജനുവരി മാസത്തിലെ കറണ്ട് അഫെയറും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ ചോദ്യം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, യുനെസ്കോ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ കേരള PSC ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ചോദ്യം 2024 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്നത്. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ 2023 2 പ്രധാന കാര്യങ്ങൾ യുനെസ്കോയുമായി ബന്ധപ്പെടുത്തി, ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് യുനെസ്കോയുടെ പദവി ലഭിച്ച 2 നഗരങ്ങൾ, ഇന്ത്യയിലെ 2 നഗരങ്ങൾ. ഒന്ന് സാഹിത്യ നഗരം എന്ന ഖ്യാതി കോഴിക്കോടിനും, മറ്റൊന്ന് സംഗീത നഗരം എന്ന ഖ്യാതി മധ്യപ്രദേശിലെ ഗ്വാളിയറിനും 2023 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കണക്ട് ചെയ്തു, ഒരു വെടിക്ക് 3 പക്ഷി. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. ഉത്തരം കതിരവൻ ആണ്. കതിരവൻ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം. കതിരവൻ 2024 ജനുവരിയിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേന നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിൽ വളരെ വർദ്ധിച്ചു വരുന്ന ഭീകര പ്രവർത്തനങ്ങളെ തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. ഓപ്പറേഷൻ സർവശക്തി. അടുത്തൊരു ചോദ്യം നോക്കിയേ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഉത്തരം പെഞ്ച് കടുവ റിസർവ് ആണ്. പെഞ്ച് ടൈഗർ റിസർവ്. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? 2 സംസ്ഥാനങ്ങളിലുമായിട്ടാണ് പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതലും മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന കടുവാ സങ്കേതമാണ് പെഞ്ച്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എന്താണ് ഡാർക്ക് സ്കൈ റിസർവ്? അതായത് രാത്രി ആകാശത്തെ പ്രാദേശിക മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എന്ന ഖ്യാതി പെഞ്ചിന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റിലേറ്റഡ് ടു എൻവയറൺമെന്റ്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ്. ഉത്തരം PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ കവിത മാംസഭോജിയാണ് എന്നതിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്? 2022 കേരള PSC ചോദ്യമായിരുന്നു. പ്രാണവായു അല്ലെ, പ്രാണവായു എന്ന പുസ്തകം എഴുതിയ അംബികാസുധൻ മങ്ങാടിനാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണൻ. അടുത്തത് ശ്രദ്ധിച്ചേ. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്കുള്ള 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു. 2024 പ്രഖ്യാപിച്ചു അല്ലെ. കാലങ്ങളായിട്ട് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം സൂറത്തും വരും. സൂറത്ത് ഗുജറാത്തിലാണ്. ഇത്തവണ ഇൻഡോറിനോടൊപ്പം സമാസമം പിടിച്ചു നിന്നു സൂറത്തും 1ാം സ്ഥാനം പങ്കിട്ടു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ക്ലീനസ്റ്റ് സിറ്റീസ് എന്ന് പറയുമ്പോൾ
ഇൻഡോർ ആൻഡ് സൂരത്ത് രണ്ടും ഒന്നാം സ്ഥാനത്ത് വന്നു. ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡോർ കഴിഞ്ഞ 6 വർഷത്തോളമായിട്ട് ഈ പറയുന്ന ക്ലീനസ്റ്റ് സിറ്റി എന്ന ഖ്യാതി ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം സ്വച്ഛ് സർവേക്ഷൻ 2023 സർവേ നടത്തിയിരിക്കുന്നത് കേന്ദ്ര നഗരകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് പോലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് 2021 ശ്രദ്ധിക്കണം കേട്ടോ, 2024 പ്രഖ്യാപിച്ച ഒരു പുരസ്കാരമാണ്. പക്ഷെ 2021 2024 പ്രഖ്യാപിച്ച, അങ്ങനെ പഠിക്കണം, 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് പ്രശസ്ത കർണാടക സംഗീതജ്ഞനായ PR കുമാര കേരളവർമ്മയാണ്. PR കുമാര കേരളവർമ്മ. ഇനി അടുത്തത് 2020 ക്രിക്കറ്റ് നടക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2020 ക്രിക്കറ്റ് നടക്കാൻ പോവുകയാണ്. അതായത് 2024 നമ്മുടെ സീനിയർ പുരുഷ ഇന്ത്യൻ ടീമിൻ്റെ അല്ലേ, അവർ മത്സരിക്കാനിരിക്കുന്ന 2020 പുരുഷ ലോകകപ്പ് വേദി എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസും USA-യുമാണ്. വേദി എന്ന് പറയുന്നത് ഈ 2 ഇടങ്ങളിലായിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത്. എന്നാൽ 2024 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക 2026 സിംബാബ്വേയിലും നമീബിയയിലുമായിട്ട് നടക്കും. അപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എന്ന് പറയുന്നത് പുരുഷന്മാരുടെയാണ്. പുരുഷന്മാരുടേതാണെങ്കിൽ അവിടെ എടുത്തു പറയത്തില്ല, വനിതകളുടെ ആണെങ്കിൽ മാത്രമേ വനിതാ ക്രിക്കറ്റ് എന്ന് എടുത്തു പറയത്തുള്ളൂ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് വേദി. എന്നാൽ 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി വെസ്റ്റ് ഇൻഡീസ് ആൻഡ് അമേരിക്ക USA ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ല നിരീക്ഷണ വിമാനം. ഉത്തരം ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ ആണ്. ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ. ഇനി കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എന്ന് പറയുന്നത് കോഴിക്കോട് ഫറോക്കാണ്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ പോലും ഓൺലൈൻ വഴി അല്ലെ, നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അടിത്തറയാണ് ഗ്രാമസഭ. അവിടങ്ങളിലാണ് ഓരോ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നതെല്ലാം ഗ്രാമസഭയിലൂടെയാണ് അല്ലെ. അപ്പോൾ ഗ്രാമസഭ ഓൺലൈനായിട്ട് സംഘടിപ്പിച്ചിരിക്കുക ആദ്യമായിട്ട്. എവിടെ? ഏത് പഞ്ചായത്ത്? മലയൻകീഴ് പഞ്ചായത്ത്, തിരുവനന്തപുരം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ കൃതി നാരകങ്ങളുടെ ഉപമ, അതിനാണ് ഈ പറയുന്ന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി 2020 ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യമാണ്, 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ശ്രദ്ധിക്കണം, 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം, വനിതാ താരമാണ് ദീപ്തി ശർമ്മ എന്നുള്ളത്. ദീപ്തി ശർമ്മ. അപ്പോൾ ശ്രദ്ധിക്കണം, വയനാട് നിന്നുമുള്ള മിന്നു മണി അല്ലെ, നമ്മുടെ പുരുഷ ടീമിൽ സഞ്ജു സാംസൺ എന്ന പോലെ തന്നെ വനിതാ ടീമിൽ മിന്നു മണി മത്സരിക്കുന്നുണ്ട്. ആ ഒരു പേര് നമ്മൾ മറക്കരുത്. ഇനി രാജസ്ഥാനിൽ വെച്ച് നടന്ന ഒരു സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്. ഡെസേർട്ട് സൈക്ലോൺ. അപ്പൊ 2024 UAE ഇന്ത്യ ജോയിന്റ് എക്സസൈസ്, സംയുക്ത സൈനിക അഭ്യാസമായ ഡെസേർട്ട് സൈക്ലോണിന്റെ വേദി രാജസ്ഥാനാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് 2024 റിപ്പബ്ലിക് ദിനം അല്ലെ, 75ാമത് റിപ്പബ്ലിക് ദിനം ആയിരുന്നു 2024. ആ പരേഡ് നടന്നിരിക്കുന്നത് കർത്തവ്യപഥ്, അതായത് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥാണ്. അപ്പോൾ ഇത്തവണ പ്രതിരോധ സേന അഭ്യാസവുമായി ബന്ധപ്പെടുത്തി മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ സ്ത്രീ ശാക്തീകരണം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഇത്തവണ അഭ്യാസത്തിൽ കൂടുതലായിട്ട് വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സേനയും അതുപോലെ തന്നെ മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളായ BSF, ITBP പോലുള്ളവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ദിന പരേഡുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്
2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്തായിരുന്നു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വികസിത ഭാരത്, മറ്റൊന്ന് ഭാരത് ലോക്തന്ത്ര കി മാതൃക എന്നുള്ളതാണ്. ഈ രണ്ട് തീം അടിസ്ഥാനപ്പെടുത്തിയാണ് എന്താണ്, ഒന്ന് വികസിത ഭാരത്, രണ്ട് ഭാരത് ലോക്തന്ത്ര കി മാതൃക എന്നുള്ള രണ്ട് തീമുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പബ്ലിക് ദിന പരേഡ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണത്തെ ചീഫ് ഗസ്റ്റ്, ശരിക്കും നമ്മുടെ ഇന്ത്യ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തതിനാൽ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആണ് ഇത്തവണ പങ്കെടുത്തത്. അപ്പോൾ കഴിഞ്ഞ തവണ ഈജിപ്ത് പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ ഫത്ത അൽ സീസി ആയിരുന്നു ചീഫ് ഗസ്റ്റ്. ഇത്തവണ ഫ്രഞ്ച് പ്രസിഡന്റായ ആര്, ഇമാനുവൽ മാക്രോൺ. മാത്രമല്ല ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്രാൻസിന്റെ റാഫേൽ വിമാനം പ്രദർശിപ്പിച്ചു. അത് മാത്രമല്ല ഫ്രഞ്ച് സേനയും ഇന്ത്യൻ സേനയോടൊപ്പം പരേഡിൽ പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ നോട്ടും നമ്മുടെ PDF-ൽ ഞാൻ ഉൾപ്പെടുത്താം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എല്ലാം വിവിധ ടാബ്ലോകൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രദർശിപ്പിച്ച ടാബ്ലോകളിൽ ഒന്നാം സ്ഥാനം എത്തിയിരിക്കുന്നത് ഒഡീഷയാണ് കേട്ടോ. ഒന്നാം സ്ഥാനം ഒഡീഷ. എന്നാൽ ജനപ്രിയമായ ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്തിൻ്റെയാണ് കേട്ടോ. ഗുജറാത്തിൻ്റെയാണ് ജനപ്രിയ ടാബ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഡൽഹി പോലീസിനെ നയിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മലയാളിയാണ്, മലയാളി വനിതയാണ്, ശ്വേത എന്നാണ് പേര്. അതും കൂടി നമ്മളിവിടെ ഓർത്തിരിക്കണം. ഇനി 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് അല്ലേ? അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യയാണ് വേദി. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള രാജ്യത്തെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് യോഗി ആദിത്യനാഥിന്റെ, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആണ്, ഉത്തർപ്രദേശാണ് ഉത്തരം. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ഉറപ്പായിട്ടും ചോദിക്കും. ശീതൽ ദേവി എന്നുള്ള പേര് നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക. 2023 വേൾഡ് ആർച്ചറി അവാർഡ്, അതായത് ശീതൽ ദേവി ആർച്ചറി താരമാണ്, അമ്പെയ്ത്ത് താരമാണ്. പക്ഷേ അവർക്ക് കൈകളില്ല, കാലുകൾ കൊണ്ടാണ് അമ്പെയ്യുന്നത്. അപ്പോൾ ആ ഒരു പടമെല്ലാം പത്രമാധ്യമങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അതായത് വേൾഡ് പാരാ അത്ലറ്റ് ഓഫ് ദ ഇയർ എന്ന പുരസ്കാരമാണ് ആർക്ക്, ശീതൽ ദേവിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല അവർക്ക് ഈ ഇടയ്ക്ക് അർജുന പുരസ്കാരവും ലഭിച്ചിരുന്നു. ശീതൽ ദേവി പാരാ അത്ലറ്റ് ആണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന K-സ്മാർട്ട് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് 2024 ജനുവരി 1 കോർപ്പറേഷൻ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം ഭരണ സ്ഥാപനമായ ഇൻഫോർമേഷൻ കേരള മിഷൻ എന്ന സ്ഥാപനമാണ് K-സ്മാർട്ട് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ K-സ്മാർട്ട് എന്ന് പറയുന്നത് നിലവിൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ഓൺലൈൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2024 ഏപ്രിൽ 1 കൂടി കേരളമൊട്ടാകെ പഞ്ചായത്തുകളിലും ഈ പറയുന്ന K-സ്മാർട്ട് സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിക്കുകയാണ് 2024 ഏപ്രിൽ 1 മുതൽ. അപ്പോൾ ഇതിപ്പോ 2024 ജനുവരി 1 ഉത്തരം. ഇന്ത്യയിൽ അന്തർവാഹിനി ടൂറിസം ആരംഭിച്ച ആദ്യ സംസ്ഥാനം, അന്തർവാഹിനി ടൂറിസം, അത് ഗുജറാത്താണ്. ദാറ്റ് മീൻസ് അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ സബ്മറൈൻ ടൂറിസം ആണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൻ ഡോക്ടർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വിഭ ഉഷ രാധാകൃഷ്ണൻ. എന്താണ് വിഭ ഉഷ രാധാകൃഷ്ണൻ? ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി, അതായത് പത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺലി ഗേ, ഫസ്റ്റ് ഓപ്പൺലി ഗേ PM ഓഫ് ഫ്രാൻസ്, അതാണ് ഗബ്രിയേൽ അത്താൽ. താൻ ഗേ ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഗബ്രിയേൽ അത്താൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ ഒരു ഇമാനുവൽ മാക്രോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എന്ന്, അത് ഫ്രാൻസിന്റെ പ്രസിഡന്റാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥിയായിരുന്നു അദ്ദേഹം. 2024 ജൂലൈയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തി ആര് എന്നുള്ളതാണ്, ഉസ്താദ് റാഷിദ് ഖാൻ.
അപ്പോൾ നിങ്ങൾക്ക് പത്മ പുരസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ഈ PDF ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടിയിട്ടും കാര്യങ്ങൾ പറഞ്ഞു പോയേ മതിയാകുകയുള്ളൂ. ഇത്തവണ രാജ്യം 132 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ നൽകിയത്. അതിൽ 5 പേർക്ക് പത്മവിഭൂഷണും 17 പേർക്ക് പത്മ ഭൂഷണും ബാക്കി 110 പേർക്ക് പത്മശ്രീയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 5 പേരിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് തെലുങ്ക് സിനിമാ നടനായ ചിരഞ്ജീവി തന്നെയാണ് അല്ലേ. ചലച്ചിത്ര അഭിനേതാവായ ചിരഞ്ജീവി, അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് മാൻ, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സാനിറ്റേഷൻ, ശുചിത്വം എന്ന കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടോയ്ലറ്റ് മാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബിന്ദുവേശ്വർ പഥക്, അദ്ദേഹത്തിന് മരണാനന്തരമായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചു. പ്രശസ്ത നർത്തകി പത്മ സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ ഹിന്ദി സിനിമാ നടിയായ വൈജയന്തി മാല, മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, ഈ 5 പേർക്കുമാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പത്മഭൂഷൺ എത്ര പേർക്ക്? 17 പേർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും പ്രധാനം നമ്മൾ ഉഷാ ഉദുപ്പ്, മലയാളികൾക്ക് വളരെ പരിചിതമായ ഉഷാ ഉദുപ്പ്, അതുപോലെ തന്നെ മുൻ ജസ്റ്റിസ് മരിച്ചുപോയ ഫാത്തിമ ബീവി, മരണാനന്തരമായിട്ട് പത്മഭൂഷൺ ലഭിച്ചു. മുൻ ഉത്തർപ്രദേശ് ഗവർണറായ രാം നായക്, ബോളിവുഡ് നടനായ മിഥുൻ ചക്രവർത്തി എന്നിവർക്കെല്ലാം പത്മഭൂഷൺ ലഭിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണമാണ് അല്ലെ. ആ പത്മശ്രീ ലഭിച്ച മലയാളികളുടെ എണ്ണമാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആരൊക്കെയാണ് പത്മശ്രീ ലഭിച്ച? ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ എന്താ പറയാ, ഈ പബ്ലിക് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾക്ക് കൂടുതലായിട്ട് ഇത്തവണ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് O രാജഗോപാൽ. നമുക്കറിയാം, നേമത്തിൽ നിന്നും, തിരുവനന്തപുരത്തെ നേമത്തിൽ നിന്നും MLA ആയിട്ട് വന്ന BJPയുടെ ആദ്യ തിരുവനന്തപുരത്ത് നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള MLA ആണ് O രാജഗോപാലിന് ഇത്തവണ പത്മശ്രീ ലഭിച്ചിരുന്നു അല്ലെ. O രാജഗോപാലിന് പത്മശ്രീ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാർവതി ബറുവ എന്ന് പറയുന്നത് മലയാളിയല്ല, ബട്ട് എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന ഒരു കാര്യമാണ്. ആദ്യ വനിതാ ആനപ്പാപ്പാൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പാർവതി ബറുവയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെൽകൃഷി ചെയ്യുന്ന സത്യനാരായണ ബെളേരി ഇത്തവണ പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. അതുപോലെ കഥകളി നർത്തകൻ കൂടിയായ സദനം ബാലകൃഷ്ണൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി അല്ലെ. തിരുവിതാംകൂറിന്റെ അവസാന രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളിന്റെ അനന്തരവളായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിക്ക് ഈ പറയുന്ന പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുകുലം, അതായത് വർക്കലയിലുള്ള ശ്രീനാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനായ മുനി നാരായണ പ്രസാദിനും പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു. അതുപോലെ മരണാനന്തര ബഹുമതിയായിട്ട് ഈ പറയുന്ന പബ്ലിക് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് P ചിത്രൻ നമ്പൂതിരിപ്പാടിനും പത്മശ്രീ ലഭിച്ചു. അങ്ങനെ പത്മശ്രീ ലഭിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 എണ്ണമാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. പത്മശ്രീ ലഭിച്ച ആളുകളുടെ എണ്ണം 6 എണ്ണമാണ്. ഓക്കെ, അതിൽ ഉഷാ ഉദുപ്പ്, O രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷണാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഉഷാ ഉദുപ്പ്, O രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷണാണ് ലഭിച്ചത്. പത്മശ്രീ ലഭിച്ച ആളുകളുടെ എണ്ണം 1 P ചിത്രൻ നമ്പൂതിരിപ്പാട്, 2 എന്ന് പറയുന്നത് മുനി നാരായണ പ്രസാദ്, 3 അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി, 4 സദനം ബാലകൃഷ്ണൻ, 5 EP നാരായണൻ പെരുവണ്ണൻ, 6 സത്യനാരായണൻ ബെളേരി എന്നീ 6 മലയാളികൾക്കാണെന്നുള്ളതും ഓർത്തിരിക്കണം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമൻഷ്യ സൗഹൃദ കേരളം പദ്ധതി, അതാണ് ഓർമ്മത്തോണി. എന്താണ് ഡിമൻഷ്യ എന്ന് പറയുന്നത്? ഡിമൻഷ്യ എന്ന് പറയുന്നത് അത് ഒരു അസുഖമല്ല, അതൊരു ലോക്കൽ ടേം ആണ്. എന്തിനു വേണ്ടി? ഈ ഓർമ്മക്കുറവും അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഗതിയൊക്കെ വിളിക്കുന്ന പേരാണ് ഡിമൻഷ്യ എന്ന് പറയുന്നത്. ചിന്താശേഷി, അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ അൾഷീമേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിമൻഷ്യയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് അൾഷീമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഓർമ്മക്കുറവ്, ഓർമ്മ കിട്ടുന്നില്ല, അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ഡിമൻഷ്യയാണ്. ഓക്കെ, ഇനി 2024 6ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ എന്ന് പറയുന്നത് കണ്ണൂരാണ്. എത്ര വർഷം? 20-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളാകുന്നത്. അപ്പോൾ
62-ാമതാണ് കേട്ടോ. 2024 62-ാമത് കേരള സംസ്ഥാനം 62-ാമതാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ 62-ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ എന്ന് പറയുന്ന കണ്ണൂർ, വേദി എന്ന് പറയുന്നത് കൊല്ലമാണ് കേട്ടോ, കൊല്ലം. ഇനി 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണി ദാസനാണ്. ഹരിവരാസനം പുരസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ, അത് റിലേറ്റഡ് ടു സംഗീതമാണ് അല്ലെ. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന ഒരു പുരസ്കാരമാണ്. ആദ്യമായിട്ട് ഈ അവാർഡ് ലഭിച്ചത് 2012 KJ യേശുദാസിനാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കും ലഭിച്ചു. 2024 PK വീരമണി ദാസൻ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്നുള്ളത്, ഓപ്പറേഷൻ അമൃത്. ഇനി 16-ാമത് ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് ആരെ നിയോഗിച്ചു? അരവിന്ദ് പനാഗരിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അരവിന്ദ് പനാഗരിയ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊഫസറായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാൻ ആയിരുന്നു. ഈ അരവിന്ദ് പനാഗരിയാണ് 16-ാമത് ഇന്ത്യൻ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് ഇപ്പോൾ കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത്, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 ഏപ്രിൽ 1 മുതൽ അടുത്ത 5 വർഷത്തേക്ക്, അതാണ് 2026 മുതൽ 2031 വരെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എങ്ങനെയാണ് നികുതി വിഭജിച്ചെടുക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ റിപ്പോർട്ട് ആര് നൽകും? ഈ പറയുന്ന അരവിന്ദ് പനാഗരിയ അധ്യക്ഷനായിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ നൽകും. 2024 അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ ജില്ല വയനാടാണ്. അതുപോലെ തന്നെ 2024 MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന, ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പുരസ്കാരമാണ്. BR കമ്പോജ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BR കമ്പോജ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി 2024 തന്നെ പ്രൊഫസർ MK സാനു പുരസ്കാരം പ്രഖ്യാപിച്ചു. അത് ലഭിച്ചിരിക്കുന്നത് MT വാസുദേവൻ നായർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കൂടിയായ ഡോക്ടർ S ജയശങ്കർ ആണ്. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപാദന ശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസിയാണ് നമ്മുടെ ISRO. ഈ 75-ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ചന്ദ്രയാൻ 3 മാതൃകയാണ് പ്രദർശിപ്പിച്ചത് ടാബ്ലോ ആയിട്ട്. പ്രഥമ PT തോമസ് പുരസ്കാര ജേതാവ് തൃക്കാക്കര MLA ആയിരുന്ന അന്തരിച്ചുപോയ PT തോമസ്, അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിലൊക്കെ ഈ പറയുന്ന പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്ന തീരുമാനം മുന്നോട്ട് വെച്ച വ്യക്തികളാണ്. അപ്പോൾ PT തോമസിന്റെ പേരിൽ ഒരു പുരസ്കാരം അത് മാധവ് ഗാഡ്ഗിലിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിന്റെ പുതിയ ഗതാഗത മന്ത്രി മന്ത്രിയായിട്ട് നിയമിതനായത് KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി കൂടി എന്തായിട്ടുണ്ട്, അതായത് റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നീ വകുപ്പുകളാണ് KB ഗണേഷ് കുമാർ നിയന്ത്രിക്കുന്നത്. എന്നാൽ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ളതാണ്, അദ്ദേഹവും ഇത്തവണ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിന് പുരാവസ്തു, മ്യൂസിയങ്ങൾ, രജിസ്ട്രേഷൻ, ആർക്കൈവ്സ് എന്നിവയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചെലോ ആപ്പ് കേട്ടോ, ചെലോ ആപ്പ്. ശ്രദ്ധിക്കണം, ഞാനത് പറഞ്ഞപ്പോഴാണ് ഏതാ നമ്മുടെ KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ചെലോ ആപ്പ് കേട്ടോ, ചെലോ ആപ്പ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണമായിട്ടും എല്ലാത്തിലും വന്നിട്ടില്ല, ബട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സംസ്ഥാനത്ത് ആദ്യമായിട്ട് യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി. അതുപോലെ തന്നെ നമ്മുടെ അയോധ്യ, ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ഒരു പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം, ഇന്റർനാഷണൽ എയർപോർട്ട് ഈ വർഷം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പേരാണ് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തർപ്രദേശിലെ അയോധ്യയിൽ. BR അംബേദ്കറുടെ പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ പ്രതിമ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്ഥാപിച്ചു. 206 അടി ഉയരമുണ്ട്. ഈ പ്രതിമ അറിയപ്പെടുന്നത് സാമൂഹ്യ നീതിയുടെ പ്രതിമ എന്നാണ്. എവിടെയാ? വിജയവാഡ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ BR അംബേദ്കറുടെ പ്രതിമയാണ്.
സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ആദ്യമായി ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം. അതുപോലെ 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇ ഗവേണൻസ് ഒക്കെ നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം. ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ ലിറ്ററസി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ മുനിസിപ്പാലിറ്റിയാണ് കൊട്ടാരക്കര കേട്ടോ. കൊല്ലത്തെ കൊട്ടാരക്കര. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിച്ചുകൊണ്ട് കോടതി വ്യവഹാരങ്ങൾ, വാദപ്രതിവാദങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതിയാണ് സംവാദ എന്ന് പറയുന്നത്. സംവാദ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാലിയേറ്റീവ് കെയർ. അതായത് ഈ പറയുന്ന സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട് അല്ലെ, വയ്യാതെ കിടക്കുന്ന ആളുകളെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പാലിയേറ്റീവ് കെയർ നയം മുന്നോട്ട് വെച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ വകുപ്പ് ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ ഒരു ക്യാമ്പയിനും സംഘടിപ്പിക്കുന്നുണ്ട്. 2022 ഇത് ഒരു ചിത്രകലാകാരന്മാർക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. 2024 പ്രഖ്യാപിച്ചു. പക്ഷെ അത് 2024 പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചത്. 2022 രാജാ രവിവർമ്മ പുരസ്കാരം സുരേന്ദ്രൻ നായർ ലഭിച്ചു. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിച്ച മലയാള കവി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുമാരനാശൻ. കേരള PSCയുടെ പ്രിയപ്പെട്ട വ്യക്തിയാണ്, നവോത്ഥാന നായകനും കവിയൊക്കെയാണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ്, അതായത് സോളാറും വിൻഡും, സാധാരണ സോളാർ എനർജി വിൻഡ് എനർജി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് സോളാർ വിൻഡ് ജോയിന്റ് എനർജി പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഇനി അതുപോലെ തന്നെ ഒഡീഷയിലെ ഒരു പുതിയ താപവൈദ്യുതി നിലയം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഇപ്പോൾ ഇൻസ്റ്റലേഷൻ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഒഡീഷയാണ്. 2024 19ാമത് ചേരിചേര എന്ന് പറഞ്ഞാൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരിചേര പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഇന്ത്യ, യുഗോസ്ലാവിയ, ഇന്തോനേഷ്യ ഒക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ച ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടൊരു ഉച്ചകോടി 2024 നടക്കുന്നുണ്ട്. അത് 19ാമത് എഡിഷനാണ്. ഉഗാണ്ട, ആഫ്രിക്കയിലെ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ വെച്ച് നടക്കും. 2024 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ് കേട്ടോ. ഇപ്പൊ ലേറ്റസ്റ്റ് നടന്നേ ഉള്ളൂ. ജേതാക്കൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര തീർന്നിട്ടില്ല. 2024 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. മറ്റ് സമഗ്രമായ നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ആപ്പിനുള്ളിലും നൽകിയേക്കാം. ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ മറക്കരുത്. എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വളരെ വേഗത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. കൂടുതൽ അലങ്കാരങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഓക്കെ, ശരി. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.